അല്ല എന്താണ് ഇന്ന് ഞാൻ റൂം മാറി പോകാൻ കേട്ടോ കോർഫക്കാനിലേക്ക് ഇവിടുന്ന് പോണീന് മുമ്പ് എനിക്ക് ട്രൈപ്പോഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് ഞാനും മാനും പി സിയും പാടെ 2-3 ഷോപ്പ് കയറിയ ശേഷം അലഞ്ഞ് കഴിഞ്ഞിട്ട് സാധനം ഇതെല്ലാം ഒന്ന് കിട്ടി അതുമായി കണ്ട് ഞങ്ങൾ നേരെ റൂമിക്ക് ഇനി അധികം സമയമല്ല വൈകുന്നേരം ആകുമ്പോൾ പോകണം. റൂമിൽ ചെന്ന പാടെ തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പെട്ടിയുടെ പാക്ക് ചെയ്തു. സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് പാക്ക് ചെയ്തപ്പോൾ തന്നെ പി സിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ എടുത്ത് അവനും പാക്ക് ചെയ്തു. അങ്ങനെ പാക്കിങ് കഴിഞ്ഞ ശരിക്കും ഇനി സാധനങ്ങളൊക്കെ എടുത്തിട്ട് താഴേക്ക് എത്തിക്കലാണ്. അങ്ങനെ എല്ലാവരും പാടെ ഞങ്ങൾ എടുത്ത സാധനങ്ങളൊക്കെ കൊണ്ട് താഴേക്ക് ഇറങ്ങി. 4 മണിക്ക് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ ഏതായാലും ഇറങ്ങിയപ്പോൾ 7 മണി കഴിഞ്ഞു. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയി ജാബിന്റെ റൂമിലേക്കാണ്. അവൻ്റെ കൂടെ കോർഫക്കാനിലാണ് അതേ നിൽക്കുന്നത് നമ്മളെയും കാത്തുക. പിന്നെ അവിടെ ചെന്ന് ഫുഡ് ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പാസൻസ് പോയി നോക്കുമ്പോൾ അവിടെയാണ് ഭയങ്കര തിരക്ക്. ബില്ലടിച്ച് കിട്ടില്ലാനുള്ള കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ അപ്പുറത്തുള്ള തലാൽ മാർട്ടിൽ വന്നു. അവിടുന്ന് വേണ്ട അത്യാവശ്യം പച്ചക്കറിയും സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് പാക്ക് ചെയ്തു. സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ ബില്ലിംഗ് സെക്ഷനിലേക്ക്. അവിടെ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബില്ലടിച്ച് ഇവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ചായ കുടിക്കാനുള്ള പ്ലാൻ ആയത്. അങ്ങനെ നേരെ നാനാട്ടി പോയി കണ്ട് അവിടെ ചായയും കടിയും വാങ്ങിയിട്ട് അതും കുടിച്ച് നേരെ കോർഫക്കാനിലേക്ക് പോകുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. 3.5 വർഷമായി ഞാനും മാനും ഒരുമിച്ച് നിൽക്കാൻ. ഇനിയിപ്പോൾ ഞാൻ കോർഫക്കാനിലേക്കും 2 ദിവസം കഴിഞ്ഞാൽ PC ദുബായിലേക്കും 10-ാം തീയതി മാനും നാട്ടിലേക്കും. കാണുന്ന ആരോമാർക്കിന് അങ്ങോട്ട് വരാണ് ഫുജറ പോർട്ട്. കഴിഞ്ഞ 3.5 വർഷമായിട്ട് അതിൻ്റെ ഉള്ളിലായിരുന്നു എനിക്ക് പണി. അതൊക്കെ പറഞ്ഞ് അതും കണ്ട് ഞങ്ങൾ നേരെ എന്തായി കോർഫക്കാൻ ടൗണിലെത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ ജാബർ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ അവിടെ എത്തി നമ്മളെ കാത്തു. ജാബർ പിന്നെ ക്യാമറയുടെ മുമ്പിൽ അധികം നിൽക്കില്ല, ഓണാക്കി അപ്പം ആശാൻ മുങ്ങും. അങ്ങനെ ഞങ്ങളേതായാലും 1-2 പറഞ്ഞുകൊണ്ട് റൂമിൻ്റെ ആൾ സ്ഥലത്തില്ല, പക്ഷേ സാധനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ ഉള്ളിൽ കയറിക്കോളി പറഞ്ഞു. അങ്ങനെ ഏതായാലും സാധനങ്ങളൊക്കെ ഞങ്ങൾ മെല്ലെ മെല്ലെ ഉള്ളിൽ കൊണ്ടേ എത്തിച്ചു. മാനും PC ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ചിരിയും കളിയൊക്കെ കഴിഞ്ഞ് പോവാണെന്ന് പറഞ്ഞു. മാനും ഡ്യൂട്ടിയിലുകൊണ്ട് തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി. അവരുടെ കൂടെ ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങി. ഏതായാലും പുറത്ത് വെച്ചുകൊണ്ട് വീണ്ടും ഒരു ഒഫീഷ്യൽ യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞാണ്ട് മാനും PC അങ്ങനെ തിരിച്ച് വണ്ടി കയറി. അവർ തിരിച്ച് ഫുജേറക്ക് തന്നെ പോയി. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരം വേണ്ടേ.